നമസ്കാരം. സ്പെഷ്യൽ കറസ്പോണ്ടന്റിലേക്ക് വീണ്ടും സ്വാഗതം. കോഴിക്കോട് ജില്ലയിലെ നാദാപുരം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ 5 ജീവനുകൾ പൊലിഞ്ഞതാണ് നാദാപുരത്തു നിന്നുള്ള ഒടുവിലത്തെ വാർത്ത. ചേരിതിരിവിന്റെയും കുടിപ്പകയുടെയും കലുഷിതമായ പുരാവൃത്തമാണ് ഈ നാടിന് പറയാനുള്ളത്. നാദാപുരത്തെ ഒരു പുകയുന്ന ബോംബായി എന്നും നിലനിർത്തുന്നത് എന്താണ്? ഇവിടുത്തെ സാമൂഹ്യ ബന്ധങ്ങളെ ഈ സംഘർഷകാലം മാറ്റിമറിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ പ്രതിനിധി AP ഭവിത പരിശോധിക്കുന്നു. ഭവിത, സ്വാഗതം. നാദാപുരം പുറത്തുനിന്ന് നോക്കുന്നവർക്ക് നൽകുന്ന ഒരു ചിത്രമുണ്ട്. ഒരു പുകയുന്ന അഗ്നിപർവ്വതം പോലെ കേരളത്തിന്റെ പൊതുമനസ്സിനെ അലട്ടുന്ന പല സംഗതികളും വാർത്തകളായി നാദാപുരത്ത് നിന്ന് കേൾക്കാറുമുണ്ട്. യഥാർത്ഥത്തിൽ നാദാപുരത്ത് നടക്കുന്നത് അവിടെ സഞ്ചരിച്ചപ്പോൾ ബോധ്യമായ സംഗതികൾ എന്താണ്? അഭിലാഷ്, ഇപ്പോൾ അവിടെ നടന്നിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായ നരിക്കാട്ടേരിയിൽ ബോംബ് നിർമ്മാണത്തിനിടെയാണ് 5 യുവാക്കൾ കൊല്ലപ്പെട്ടത്. ഈ സംഭവം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ 6 മാസത്തോളമായി അവിടെ സംഘർഷാവസ്ഥ നിലനിൽക്കുകയായിരുന്നു. ഈ സമയത്ത് പോലീസ് ശക്തമായ രീതിയിൽ റെയ്ഡ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. നിർമ്മിച്ച ബോംബുകൾ മാറ്റുന്നതിനിടയിലാണ് ഈ അപകടമുണ്ടായത്. അതിനെ തുടർന്ന് പോലീസ് നടത്തിയ ഈ സമീപ പ്രദേശങ്ങളിലെല്ലാം പോലീസ് നടത്തിയ റെയ്ഡിൽ വൻതോതിലുള്ള ആയുധങ്ങളും അതുപോലെ ബോംബ് നിർമ്മാണ സാമഗ്രികളും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. കേരളത്തിന്റെ നെഞ്ചിൽ അണയാതെ നീറിനീറി കത്തുന്ന ആദിയാണ് നാദാപുരം. രാഷ്ട്രീയ കുടിപ്പകയുടെ ഭീതിപ്പെടുത്തുന്ന ഏടുകളാണ് നാദാപുരം ചരിത്രത്തിൽ എഴുതിച്ചേർത്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ അറുതിയില്ലാത്ത ബോംബ് രാഷ്ട്രീയം 5 ജീവനുകൾ ബലി നൽകിയിരിക്കുന്നു. ഫെബ്രുവരി 27 രാത്രി 10 മണിയോടെ കല്ലാച്ചി നരിക്കാട്ടേരിയിലെ അണിയാരിമൽ കുന്നിൽ ബോംബ് നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനമുണ്ടായത്. നരിക്കാട്ടേരി വലിയ പീടികയിൽ സബീർ, കരയത്ത് ഷബീർ, പുത്തൂരിടത്ത് റഫീഖ്, ചാലിൽ റിയാസ്, ചെറിയ തയ്യിൽ ഷമീർ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. എല്ലാവരും 30 വയസ്സിന് താഴെ പ്രായമുള്ളവർ. മൂന്നുപേർ സംഭവസ്ഥലത്തും 2 പേർ ആശുപത്രിയിലും മരണത്തിന് കീഴടങ്ങി. മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് സ്ഫോടനം നടന്നത്. അണിയാരിമൽ കുന്നിൽ മറിയത്തിന്റെ ഉടമസ്ഥതയിലുള്ള ആളൊഴിഞ്ഞ പറമ്പിലായിരുന്നു സ്ഫോടനം. നിർമ്മാണം പൂർത്തിയാക്കിയ 8ഓളം സ്റ്റീൽ ബോംബുകൾ ബക്കറ്റിൽ നീക്കം ചെയ്യുമ്പോൾ നിലത്ത് വീണ് പൊട്ടിയാണ് അപകടമെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംഭവം അവിടെ ഒരു 9:15 ആകുമ്പോൾ ഒരു ബ്ലാസ്റ്റ് ഉണ്ടായി. ആ ബ്ലാസ്റ്റ് ഉണ്ടായ ശേഷം പെട്ടെന്ന് പോലീസിന്റെ സ്ഥലത്ത് എത്തി. നമ്മുടെ ഇൻഫർമേഷൻ പ്രകാരം ഇവിടെ ഇന്ത്യയുടെ ആൾക്കാർ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അതനുസരിച്ച് നമ്മൾ വെരിഫൈ ചെയ്തു. ഇൻഫർമേഷൻ വെരിഫൈ ചെയ്യുമ്പോൾ രാത്രി 4 ആൾക്കാർ മരിച്ചു. അപ്പോൾ 5ാമത്തെ ആൾ രാവിലെയാണ് മരിച്ചത്. ഈ മരിച്ച ആൾക്കാരെല്ലാം ഈ ഏരിയയിലുള്ള ആൾക്കാരാണ്. നമ്മൾ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ അനുസരിച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചത് ബ്ലാസ്റ്റ് ഇവിടെ തന്നെ ബോംബ്സ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടായതാണ്. മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമാണ് നരിക്കാട്ടേരി. കൊല്ലപ്പെട്ടവർ ലീഗിന്റെ സജീവ പ്രവർത്തകരും. മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറിയും നാദാപുരം പഞ്ചായത്ത് പ്രസിഡന്റുമായ സൂപ്പി നരിക്കാട്ടേരിയുടെ വീടിന് സമീപമാണ് സ്ഫോടനം നടന്നത്. എന്നാൽ മുസ്ലിം ലീഗ് നേതൃത്വം കൊല്ലപ്പെട്ടവരെ തള്ളിപ്പറഞ്ഞ് പ്രതിരോധം തീർത്തു. പല പ്രാവശ്യങ്ങളൊക്കെ ലീഗുമായി യാതൊരു ബന്ധവുമില്ല. ഒരു ലീഗിന്റെ ജാഥയിലൊക്കെ പോയിട്ടുണ്ടാവും. ലീഗിന്റെ പ്രവർത്തകന്മാരെന്ന് പറഞ്ഞാൽ ലീഗിന്റെ ഭാരവാഹിത്വത്തിൽ, 'ലീഗിന്റെ ഏതെങ്കിലും പോസ്റ്റ് വഹിക്കുന്നവരല്ല.
ഇതുമായി മുസ്ലിം ലീഗിന് ഒരു ബന്ധവുമില്ല. ബോംബ് സംസ്കാരം മുസ്ലിം ലീഗിന്റെ സംസ്കാരമല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നരിക്കാട്ടേരിയിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവരെ ലീഗ് നേതൃത്വം തള്ളി പറഞ്ഞിരിക്കുന്നത്. ഇതിലൂടെ പ്രതിരോധം തീർക്കാനായിരുന്നു മുസ്ലിം ലീഗിന്റെ ശ്രമം. എന്നാൽ കൊല്ലപ്പെട്ടവർ മുസ്ലിം ലീഗിന്റെ സജീവ പ്രവർത്തകരായതിനാൽ ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ലീഗ് നേതൃത്വത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് ഇടവേളയ്ക്ക് ശേഷം നാദാപുരത്ത് അക്രമ സംഭവങ്ങൾ ആരംഭിച്ചത്. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ 59 കേസുകളാണ് രാഷ്ട്രീയ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നാദാപുരം പോലീസ് രജിസ്റ്റർ ചെയ്തത്. ഫെബ്രുവരി മാസത്തിൽ മാത്രം 9 അക്രമ സംഭവങ്ങൾ ഉണ്ടായതായാണ് റിപ്പോർട്ട്. പുറമേരി, കുഞ്ഞങ്ങാട്, തൂണേരി, കല്ലാച്ചി, കക്കട്ടിൽ, തെരുവൻപറമ്പ്, വേളം എന്നിവിടങ്ങളിലായിരുന്നു പ്രധാനമായും അക്രമങ്ങൾ. CPIM മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് അക്രമങ്ങളിൽ പ്രതിസ്ഥാനത്ത്. തിരിച്ചടി നൽകാൻ ഇരുവിഭാഗവും ആയുധങ്ങളും ബോംബുകളും ശേഖരിക്കുന്നു. എന്നാൽ രാഷ്ട്രീയ നേതൃത്വം ഇതിനെ പിന്തുണയ്ക്കുന്നില്ലെന്നാണ് പരസ്യമായി പറയുന്നത്. ബോംബ് രാഷ്ട്രീയത്തിൽ CPIMന് പങ്കില്ല. CPIM അത് ആഗ്രഹിക്കുന്നുമില്ല, ഇഷ്ടപ്പെടുന്നുമില്ല. ഇത് അപകടകരമായ ഒരു സംവിധാനമാണ്. ഒരിക്കലും പാർട്ടി അതിനെ സഹായിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നില്ല. എന്നാൽ നാദാപുരത്തെ ഭീതിപ്പെടുത്തുന്ന രാത്രികൾക്കും മൂകമായ പകലുകൾക്കും പിന്നെ ആരാണ് ഉത്തരം പറയേണ്ടത്? ഭവിത, നാദാപുരത്തിന്റെ ഒരു സാമൂഹ്യ ചരിത്രം വിശകലനം ചെയ്യുമ്പോൾ ഈ കലാപത്തിന്റെ വേരുകൾ പലപ്പോഴും ആഴത്തിൽ പോയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കും. ഇത് അവിടുത്തെ സാമൂഹ്യ ബന്ധങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ? അഭിലാഷ്, 1970-കളിലെ ജന്മികുടിയാൻ പ്രശ്നം അത് കേരളത്തിന്റെ മറ്റു പ്രദേശങ്ങളിൽ എന്നതുപോലെ തന്നെ വാണിമൽ ഉൾപ്പെടെയുള്ള നാദാപുരത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആ സമരം അവിടുത്തെ ഒരു സാമൂഹ്യ പശ്ചാത്തലം വെച്ച് ജന്മിമാർ എന്ന് പറയുന്നത് മുസ്ലിങ്ങളും കുടിയാന്മാർ എന്നുള്ളത് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട തീയന്മാരുമാണ്. ഈ സംഘർഷം പിന്നീട് ഇവർ തമ്മിലുള്ള സംഘർഷം പിന്നീട് വർഗീയ ചുവ ഉണ്ടാവുകയും വർഗീയ നിറം കലരുന്ന ഒരു കാഴ്ചയാണ് നാദാപുരത്ത് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന സംഘർഷങ്ങളിലെല്ലാം തന്നെ രാഷ്ട്രീയത്തിനപ്പുറം ഒരു സാമുദായിക നിറം കലർന്ന സംഘർഷങ്ങളാണ് നാദാപുരത്ത് നടക്കുന്നത് എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെയാണ് ഇത് പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിൽ നിന്നും വിട്ടുപോകുന്ന തരത്തിലേക്ക് മാറുന്നത്. ചരിത്രത്തിൽ ആഴത്തിൽ വേരുകളുണ്ട് നാദാപുരത്തെ കലാപങ്ങൾക്ക്. ജാതി മതാധിഷ്ഠിതമായ ചരിത്രവും വർത്തമാനവുമാണ് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവിക രാഷ്ട്രീയ സംഘർഷങ്ങൾക്കപ്പുറം സാമുദായികതയുടെ നിറം കലർന്നതാണ് ഓരോ കലാപവും. രാഷ്ട്രീയ കുടിപ്പകയുടെ വിഷവിത്ത് നാദാപുരത്തിന്റെ മണ്ണിൽ പൊട്ടിമുളയ്ക്കുന്നത് 1970-കളിലാണ്. ഭൂമിയുടെ ഉടമസ്ഥത മുസ്ലിങ്ങൾക്കും തൊഴിലാളികൾ തീയ സമുദായക്കാരും എന്നതായിരുന്നു നാദാപുരത്തിന്റെ സാമൂഹ്യ ഘടന. തൊഴിലാളികൾ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും വഴിയെ സഞ്ചരിച്ചപ്പോൾ തൊഴിലാളികളായ തീയർക്കിടയിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് പെട്ടെന്ന് വേരോട്ടം കിട്ടി. ഇതോടെ നാദാപുരത്തിന്റെ ഉൾഗ്രാമങ്ങൾ ജന്മികുടിയാൻ സംഘർഷങ്ങൾക്ക് വേദികളായി. 1973 ഒക്ടോബർ 30-ന് വാണിമേലിൽ കർഷക തൊഴിലാളിയും കമ്മ്യൂണിസ്റ്റുകാരനുമായ KP കുഞ്ഞിരാമൻ കൂലിത്തർക്കത്തെ തുടർന്ന് കൊല്ലപ്പെട്ടതോടെയാണ് നാദാപുരത്തെ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ ചരിത്രം തുടങ്ങുന്നത്. കൂലി തർക്കമായിട്ട് ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞാൽ കൂലി ചോദിച്ച് അന്നത്തെ പല ആളുമാരോട് ചോദിച്ചതാണ് അത് അവസാനം കൊലപാതകത്തിലെത്തിയാണ്. ഏറ്റുമുട്ടൽ നടന്നതല്ല, കുഞ്ഞിരാമന കുറച്ച് ആൾക്കാർ പോയിട്ട് സംഘടനമായിട്ട് വധിച്ചാണ്. പിന്നീട് ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയും തൊഴിലാളികൾ ഭൂമിയുടെ അവകാശികളായതിന്റെയും ചരിത്രം. ഇതോടെ നാദാപുരത്തെ സംഘർഷങ്ങൾക്ക് സാമ്പത്തിക മാനത്തോടൊപ്പം സാമുദായികതയുടെയും നിറം കലർന്നു. 1988 സെപ്റ്റംബറിൽ നാദാപുരത്തുണ്ടായ കലാപത്തിൽ ഈ നിറപ്പകർച്ച വ്യക്തമായി. നരിപ്പറ്റ നമ്പോടൻകാണ്ടി ഹമീദ് കൊലപാതക കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് പ്രവർത്തകർ കുറ്റ്യാടി പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. പ്രകടനക്കാർ മേപ്പയൂർ MLAയും CPIM നേതാവുമായിരുന്ന A. കണാരൻ സഞ്ചരിച്ച വാഹനം തടഞ്ഞു. ഇതോടെ നാദാപുരം കലാപഭൂമിയായി. ആ കലാപത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു.
സിപിഐഎം പ്രവർത്തകരായ കാപ്പുമ്മൽ ദിവാകരൻ, സജീവൻ, കൊയ്തോരിയിന്മേൽ കുമാരൻ, ലീഗ് പ്രവർത്തകനായ പൊയിൽ യൂസഫ് ഹാജി, വാര്യൻകണ്ടി കുഞ്ഞഹമ്മദ് ഹാജി, കളത്തിൽ പക്രൻ, കോൺഗ്രസ് പ്രവർത്തകനായ ചാലുപറമ്പത്ത് അബ്ദുള്ള എന്നിവരുടെ ജീവൻ രാഷ്ട്രീയ പകപോക്കലിൽ നഷ്ടപ്പെട്ടു. ഇതേ കാലത്തുതന്നെ വാണിമേൽ പുഴയോരത്ത് മമ്മു, ബഷീർ എന്നീ കോൺഗ്രസ് പ്രവർത്തകർ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടു. ബോംബ് നിർമ്മാണത്തിനിടെ ആളുകൾ കൊല്ലപ്പെടുന്ന ആദ്യ സംഭവമാണിത്. പിന്നീട് ഇടയ്ക്കിടെ ഒറ്റപ്പെട്ട സംഘർഷങ്ങൾ ഉണ്ടായെങ്കിലും 2001 നാദാപുരം വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു. സംഘർഷത്തിനിടെ തെരുവൻപറമ്പിൽ നഫീസ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന വാർത്ത പരന്നതോടെ സംഘർഷം നിയന്ത്രണാതീതമായി. സിപിഐഎം പ്രവർത്തകനായ ഈന്തുള്ളതിൽ ബിനുവിനെ കല്ലാച്ചിയിൽ വെച്ച് NDF പ്രവർത്തകർ വെട്ടിക്കൊന്നു. ചെക്യാട്, പാറക്കടവ്, തെരുവൻപറമ്പ് തുടങ്ങിയ പ്രദേശങ്ങളിൽ വ്യാപകമായി കൊള്ളയും തീവെപ്പും നടന്നു. ആ തീയിൽ നായനാർ സർക്കാർ എരിഞ്ഞടങ്ങുന്നതിനും കേരളം സാക്ഷി. എന്നാൽ നഫീസ ബലാത്സംഗം ചെയ്യപ്പെട്ടുവെന്ന ആരോപണം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയുള്ള നീചമായ കെട്ടുകഥയാണെന്ന് പിന്നീട് വ്യക്തമായി. തെരഞ്ഞെടുപ്പിൽ ഇതൊരു പ്രകടനമാക്കി ബലാത്സംഗം ചെയ്തിട്ടെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല. അത് പിന്നെ ഈ പറഞ്ഞ നബീസ് പറയുകയും ചെയ്തു. അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. 2001 ജനുവരിയിൽ ആവോലത്ത് 10 വയസ്സുകാരി നീതു കളിക്കുന്നതിനിടെ ബോംബ് പൊട്ടി കൊല്ലപ്പെട്ടത് കേരള മനസാക്ഷിയെ ഞെട്ടിച്ചു. കൊലപാതക പരമ്പര തുടർന്നു. വളയത്ത് സിപിഐഎം പ്രവർത്തകനായ MK സുകുമാരൻ, പോരോട്ട് തട്ടാറത്ത് ജയൻ, വിതാലപുരത്ത് പവിത്രൻ, മുസ്ലിം ലീഗ് പ്രവർത്തകനായ ചെറുമോത്ത് PP കുഞ്ഞബ്ദുള്ള, BJP പ്രവർത്തകരായ അച്ചംവീട്ടിൽ സുരേന്ദ്രൻ, K മനോജ് എന്നിവരുടെ ജീവനും അക്രമരാഷ്ട്രീയം കവർന്നു. ഇങ്ങനെ രാഷ്ട്രീയ നേതൃത്വം ബാലൻസ് ഷീറ്റ് വെട്ടിയും തിരുത്തിയും മുന്നോട്ടു പോകുന്നു.